സ്വന്തം നാടിന്റെ അതിരുകൾ കടന്ന് വിദേശ രാജ്യങ്ങളിൽ മികച്ച ജീവിത സാഹചര്യങ്ങളും ഉയർന്ന ശമ്പളവും തേടിപ്പോകുക എന്നത് മലയാളികളുടെ ദശാബ്ദങ്ങളായുള്ള ശീലമാണ്. ഒരു കാലത്ത് ഗൾഫ് നാടുകളിലേക്ക് മാത്രമായിരുന്ന ഈ ഒഴുക്ക് ഇന്ന് യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. നിർമ്മാണം, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, ഡ്രൈവിംഗ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ആഗോളതലത്തിൽ വൻ ഡിമാൻഡാണ് ഇന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പോസ്റ്റാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത്. അതിൽ വലിയ ശമ്പളം കണ്ട് പലരും ഇതൊക്കെ ഉള്ളതാണോ എന്നാണ് ചോദിക്കുന്നത്. സംഗതി സത്യം തന്നെയാണ്. എന്നാൽ കേവലം ശമ്പള കണക്കുകൾ മാത്രം നോക്കി ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. ഓരോ രാജ്യത്തെയും ശമ്പള നിരക്കുകൾ, പ്രാദേശിക തൊഴിലവസരങ്ങൾ, ഉയർന്ന ജീവിത ചെലവുകൾ എന്നിവ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഉയർന്ന വരുമാനം നൽകുന്ന ആ 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്വിറ്റ്സർലൻഡ്. പ്രതിമാസം ശരാശരി 5,80,000 രൂപയോളം വരുമാനം ലഭിക്കുന്ന സ്വിറ്റ്സർലൻഡാണ് പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, വെയർഹൌസ് ഓപ്പറേഷൻസ് തുടങ്ങിയ സാങ്കേതിക ബ്ലൂ കോളർ ജോലികൾക്ക് ഇവിടെ വൻ ഡിമാൻഡാണുള്ളത്. ഉയർന്ന ജീവിത ചെലവാണെങ്കിലും തുല്യതയില്ലാത്ത ജീവിത നിലവാരവും ശക്തമായ കറൻസി മൂല്യവുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആകർഷണം. അടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പ്രതിമാസം ശരാശരി 5,40,000 രൂപ വരെ വേതനം നൽകുന്ന അമേരിക്കൻ ഫ്രൈറ്റ് ട്രക്കിംഗ്, ഫുഡ് സർവീസസ്, ഡെലിവറി സേവനങ്ങൾ എന്നിവയിലാണ് വലിയ തോതിൽ പ്രാദേശിക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തുടനീളമുള്ള ശക്തമായ വിതരണ ശൃംഖലയും ഉപഭോഗ സംസ്കാരവുമാണ് ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ നിലനിർത്തുന്നത്. അടുത്തത് ലക്സംബർഗ്. ചെറിയൊരു യൂറോപ്യൻ രാജ്യമാണെങ്കിലും പ്രതിമാസം 4,30,000 രൂപയോളം ശരാശരി വരുമാനം നൽകാൻ ലക്സംബർഗിന് സാധിക്കുന്നുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട്, അസിസ്റ്റന്റ് കെയർ സർവീസസ് എന്നീ മേഖലകളിലാണ് വിദേശ തൊഴിലാളികൾക്ക് ഇവിടെ കൂടുതൽ അവസരങ്ങളുള്ളത്. ഉയർന്ന സാമ്പത്തിക ഭദ്രതയും മികച്ച തൊഴിൽ അന്തരീക്ഷവുമാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത. അടുത്തത് ഓസ്ട്രേലിയ. പ്രതിമാസം 3,40,000 രൂപയോളം വേതനം ലഭിക്കുന്ന ഓസ്ട്രേലിയയിൽ എഡ്ജ് കെയർ, ചൈൽഡ് കെയർ മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമമുണ്ട്. പ്രായമായവരെയും കുട്ടികളെയും പരിചരിക്കുന്ന സേവന രംഗങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനും സ്ഥിരതാമസത്തിന് വഴി തുറക്കാനും ഓസ്ട്രേലിയൻ നയങ്ങൾ സഹായിക്കുന്നുണ്ട്. അടുത്തത് ജർമ്മനി. പ്രതിമാസം 3,30,000 രൂപയോളം പ്രതിഫലം നൽകുന്ന ജർമ്മനിയിലെ പ്രധാന വിടവ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, വെയർഹൌസ് കീപ്പർ ജോലികളിലാണ്. ചാൻസ് കാർട്ട അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ് പോലെയുള്ള പുതിയ വിസ നയങ്ങളിലൂടെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് രാജ്യം വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അടുത്തത് ഡെൻമാർക്ക്. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന സന്തോഷ സൂചികയുള്ള ഡെൻമാർക്കിൽ ശരാശരി പ്രതിമാസ വരുമാനം 3 ലക്ഷത്തോളം രൂപയാണ്. നിർമ്മാണ മേഖല, കൃഷി, മെക്കാനിക്കൽ, ഡ്രാഫ്റ്റിംഗ്, വിതരണ ശൃംഖല, ഓപ്പറേഷൻസ് എന്നിവയിലാണ് ഇവിടെ ഒഴിവുകൾ കൂടുതൽ. മികച്ച സോഷ്യൽ സെക്യൂരിറ്റിയും കുറഞ്ഞ പ്രവൃത്തി സമയവും ഡെൻമാർക്കിന്റെ സവിശേഷതയാണ്. അടുത്തത് നോർവേ. പ്രതിമാസം 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ശരാശരി വരുമാനം ലഭിക്കുന്ന നോർവേയിൽ എണ്ണ, വാതക മേഖലയോടനുബന്ധിച്ചുള്ള നിർമ്മാണം, ഷിപ്പിംഗ്, മാരിടൈം, ടെക്നിക്കൽ ജോലികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൊടും തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയാണെങ്കിലും തൊഴിൽ സുരക്ഷയിലും വേതന വ്യവസ്ഥയിലും നോർവേ വളരെ മുന്നിലാണ്. അടുത്തത് സിംഗപ്പൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായ സിംഗപ്പൂരിൽ പ്രതിമാസ വരുമാനം 3,50,000 രൂപയോളം വരും. റീറ്റെയിൽ മാനേജ്മെന്റ്, കസ്റ്റമർ സർവീസസ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിലാണ് പ്രാദേശികമായി വൻതോതിൽ ഒഴിവുകൾ വരുന്നത്. അടുത്തത് നെതർലാൻഡ്സ്. പ്രതിമാസം ശരാശരി 2,80,000 രൂപ നൽകുന്ന നെതർലാൻഡ്സിൽ ലോജിസ്റ്റിക്സ്, ഡെലിവറി, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ് പ്രോസസിംഗ് മേഖലകളിലാണ് തൊഴിലാളികൾക്ക് കൂടുതൽ സാധ്യത. ആംസ്റ്റർഡാം, റോട്ടർഡാം തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വെയർഹൌസ് ജോലികൾക്ക് ഇവിടെ സ്ഥിരമായ ആവശ്യക്കാരുണ്ട്. അടുത്തത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നികുതിരഹിത വരുമാനമെന്ന വലിയ നേട്ടം വാഗ്ദാനം ചെയ്യുന്ന UAEയിൽ ശരാശരി പ്രതിമാസ വരുമാനം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ, എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിലാണ് കൂടുതൽ അവസരങ്ങൾ വരുന്നത്. വിദേശ രാജ്യങ്ങളിലെ ഭീമമായ ശമ്പള കണക്കുകൾ കേൾക്കുമ്പോൾ പലരും ആകൃഷ്ടരാകാറുണ്ട്. എന്നാൽ ഗ്രോസ് സാലറി അഥവാ മൊത്തം ശമ്പളവും കയ്യിൽ കിട്ടുന്ന നെറ്റ് സാലറിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ 30 മുതൽ 40% വരെ നികുതി നൽകേണ്ടി വരാറുണ്ട്. അതിനു പുറമെ വീട്ടുവാടക, ആരോഗ്യ ഇൻഷുറൻസ്, യാത്രാ ചെലവുകൾ എന്നിവയും വളരെ ഉയർന്നതാണ്. ഉദാഹരണത്തിന് സ്വിറ്റ്സർലൻഡിൽ 5 ലക്ഷത്തിന് മുകളിൽ ശമ്പളം ലഭിക്കുമെങ്കിലും അവിടെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിന്റെ വാടക തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. എന്നാൽ UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വ്യക്തിഗത ആദായ നികുതി ഇല്ല എന്നതും ഈ ജീവിത ചെലവുകൾ യൂറോപ്പിനെ അപേക്ഷിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതും സമ്പാദ്യം കൂട്ടാൻ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശമ്പളം എത്ര എന്നതിനൊപ്പം പ്രതിമാസം എത്ര തുക സമ്പാദിക്കാൻ സാധിക്കും എന്നത് കൃത്യമായി കണക്കുകൂട്ടണം. ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ വെറും തൊഴിലാളികൾക്കല്ല, മറിച്ച് സാങ്കേതിക മികവുള്ള വിദഗ്ധ തൊഴിലാളികൾക്കാണ് മുൻഗണന കൂടുതൽ.
പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ, ട്രക്ക് ഡ്രൈവിംഗ്, നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ മേഖലകൾ ഇന്ന് കേവലം സാധാരണ ജോലികളല്ല, മറിച്ച് വലിയ പ്രൊഫഷണൽ പരിശീലനം ആവശ്യമായ രംഗങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഷാ പരിജ്ഞാനവും അംഗീകൃത വൊക്കേഷണൽ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമാണ്. വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ജനസംഖ്യ കൂടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏജ്ഡ് കെയർ, ഹെൽത്ത് കെയർ, ഡെലിവറി, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് ആഗോള തൊഴിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾക്ക് അനുയോജ്യമായ രാജ്യവും തൊഴിൽ മേഖലയും കൃത്യമായ പ്ലാനിങ്ങോടെ തെരഞ്ഞെടുത്താൽ സുരക്ഷിതമായ ഒരു ഭാവി പടുത്തുയർത്താൻ ഏവർക്കും സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.